മതസ്ഥർക്കും അവരവരുടേതായ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കലാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അല്ലാതെ ഓരോരുത്തരുടെയും ആചാരങ്ങളെ കടമെടുക്കലല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളെ കടമെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ ആചാരങ്ങൾ കടമെടുക്കാതെയുള്ള സന്തോഷം പങ്കിടലൊക്കെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ട്. സ്വഹാബത്തിന്റെ കാലം മുതലേ ഉണ്ടതൊക്കെ. ഇല്ലേ, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പെരുന്നാളാകുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയൽപക്കത്തുള്ള ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ കൊടുക്കാറുണ്ട്. അവരുടെ ഓണത്തിന് നല്ല പായസവും നല്ല സദ്യയും അവർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഇതിനൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ മാനുഷികമായ പരിഗണന പരസ്പരം വേണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവൻ ഏത് മതസ്ഥനാണെങ്കിലും നീ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ നീ യഥാർത്ഥ മുസൽമാൻ പോലും അല്ല എന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊക്കെ വിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോയില്ലേ. ഇപ്പൊ അവരാണോ ഓണം ആഘോഷിക്കുന്നത്, നമ്മളാണോ ഓണം ആഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആചാരങ്ങൾ കടമെടുക്കലല്ല. മറ്റുള്ളവരുടെ ആചാരങ്ങൾ കടമെടുക്കലല്ല മതേതരത്വം. എനിക്ക് എന്റേതായ ആചാരങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങൾ പരസ്പരം ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള പ്രസാദേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഷാഫി നീ വരുമ്പോൾ കുറച്ച് പൂ മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും, ഒരു കുഴപ്പമില്ല, ഞാൻ എന്റെ വീട്ടിൽ പൂക്കളം ഇടാതിരുന്നാൽ മതി. ഇതൊന്നും വർഗീയതയിൽ എനിക്ക് എന്റെ മതം പറയാനുള്ള അവകാശം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ച് തന്നതാണ്. ഇല്ല, ഇപ്പൊ ചില ആളുകൾ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് രാവിലെ പോയി ക്ഷേത്രത്തിൽ പൂജ നടത്തുക, അവിടുത്തെ പൂജാരി ഇവിടെ വന്ന് ഖുത്ബ ഓതുക, അങ്ങനെയാണോ വേണ്ടത്? നമുക്ക് നമ്മുടെ മതവും അവർക്ക് അവരുടെ മതവും ഇല്ലേ?